അതിപ്പോൾ അതെ അതെ അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സംബന്ധിച്ച് പറയും. ഞാൻ DYFI എന്നുള്ളതിൽ പ്രതികരണം നടത്തുകയാണ്. തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സംബന്ധിച്ച് ആലോചിച്ച് പറയും. ഇതിപ്പോൾ വന്ന വാർത്തയാണല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പുറത്തു വന്ന കാര്യമാണ്. ഇത് അതീവ ഗൗരവതരമായൊരു കാര്യമാണ്. ഇങ്ങനെ വർഗീയ സംഘടനകളെ കൂടെ കൂട്ടിയല്ല ഈ കളിക്ക് ഇറങ്ങേണ്ടത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റത് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡാണ്. വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡിൽ ശ്രീ VD സതീശൻ ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് SDPI, മറുവശത്ത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളവരാരൊക്കെയാണ്? UDF സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളത് മുഴുവൻ നമ്മുടെ കുപ്രസിദ്ധമായൊരു കേസിലെ പ്രതികളാണ്. അദ്ദേഹത്തിൻ്റെ പെട്ടിയെടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാറ് ഓട്ടിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്, പാലക്കാട്ടെ പാവപ്പെട്ട DCC പ്രസിഡന്റിനില്ലാത്ത അധികാരവും സ്വാതന്ത്ര്യവുമാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച കുപ്രസിദ്ധമായ കേസിലെ പ്രതികൾക്ക് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലും കാറിലും ക്യാമ്പ് ഓഫീസിലുമുള്ളത്. DCC പ്രസിഡന്റെല്ലാം ഇപ്പോൾ നമ്മളാരും അറിയാത്ത ഒരാളായി മാറി. ആകെ കേക്ക് മുറിക്കുന്നവരടുത്താണ് DCC പ്രസിഡന്റിനെ കണ്ടത്. DCC പ്രസിഡന്റിനില്ലാത്ത സ്വാതന്ത്ര്യമാണ് മറ്റേ വ്യാജ ഐഡന്റിറ്റി കാർഡ്, അത് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ കുപ്രസിദ്ധമായ കേസിലെ ഒന്നാം പ്രതിക്ക് സ്ഥാനാർത്ഥിയുടെ അടുത്തുള്ളത്. സ്ഥാനാർത്ഥിയുടെ നിഴല് പോലുള്ളത് ഒരു കുപ്രസിദ്ധമായ കേസിലെ പ്രതിയാണ്. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ആ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മാണ കേസിലെ മുഴുവൻ പ്രതികളും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നു എന്ന കാര്യം. ആ വ്യാജ വോട്ട് ചേർത്ത ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം പുറത്തു വന്നിരിക്കുന്നു. BJPയും കോൺഗ്രസും അത് ചെയ്തിരിക്കുന്നു. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് LDF ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇവരുടെ നീക്കങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിക്കണം. UDF നേതൃത്വം ഇതിന് സമാധാനം പറയണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണല്ലോ, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു വിനയപൂർവ്വം, അദ്ദേഹം പറയണം, കുപ്രസിദ്ധമായൊരു കേസിലെ പ്രതികളെയാണോ ഒരു നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടെ കൊണ്ട് നടക്കേണ്ടത്? അതിൻ്റെ ധാർമ്മിക പ്രശ്നമുണ്ടല്ലോ. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ടേക്ക് എന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ കൊണ്ട് നടക്കാം എന്നാണോ? എന്താണ്? അതീവ ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റമാണല്ലോ നടത്തിയത്. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡ് വ്യാജമായിട്ട് നിർമ്മിച്ചുണ്ടാക്കുക ആയിരക്കണക്കിന്. ആ കേസിലെ പ്രതികളാണ്. അത്തരം കേസിലെ പ്രതികളെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുമോ? KSUവിലും യൂത്ത് കോൺഗ്രസിലും എല്ലാം ഇത്രയും, അല്ലെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസിലും ഇത്രയും പാപ്പരത്വം വന്നുപോയോ? ഈ കുപ്രസിദ്ധരല്ലാത്ത ആളുകളല്ലാതെ വേറെ ആരും ഇവിടെയൊന്നും ഇല്ലേ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകാൻ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പ് ഓഫീസിൽ ചെലവഴിക്കാൻ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ? ഇവിടെ വേറെ ആരുമില്ല. അത്ര പാപ്പരത്വം വന്നൊരു സംഘടനയായി ഈ കോൺഗ്രസ് മാറിയോ? ഈ ക്രിമിനലുകളെ, ഈ കൊടും കുറ്റവാളികളെ കൊണ്ടു കിടക്കുന്നത്. ഇതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.